കണ്ണൂർ മലപ്പട്ടത്ത് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വൻ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജനാധിപത്യ അതിജീവന യാത്രക്കിടെയായിരുന്നു സംഘർഷം. മലപ്പട്ടം അടുവാപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി പ്രതിമയും കൊടിമരവും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു യാത്ര. കഴിഞ്ഞ ദിവസം മലപ്പട്ടം അടുവാപ്പുറത്തെ സനീഷിന്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഗാന്ധി സ്തൂപവും യൂത്ത് കോൺഗ്രസ് കൊടിമരവും തകർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സനീഷിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ അതിജീവന യാത്ര സംഘടിപ്പിച്ചത്. യാത്ര ആരംഭിച്ച് മലപ്പട്ടം സെന്ററിലെത്തിയപ്പോഴാണ് CPM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. CPIM-ന് മൃഗീയ സ്വാധീനമുള്ള മലപ്പട്ടത്ത് മറ്റു സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന മാടമ്പിത്തരമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗാന്ധിയുടെ പ്രതിമ DYFI-കാരന്മാര് പുറത്തു പറയുന്ന മാർക്സിസം ഉള്ളിൽ കിടക്കുന്ന ജവാന്റെയും കരുത്തിൽ തകർക്കുകയാണ്. ആ പദയാത്ര നടക്കുന്ന ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുള്ള പരിപാടി, ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകണം, അപ്പുറത്ത് DYFI-കാർ സംഘടിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ACP പറയുന്നത്. ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കിയതാണ് സംഘർഷം വഷളാക്കിയതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥും പറഞ്ഞു. മലപ്പട്ടത്ത് വന്ന് മലപ്പട്ട CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിയേണ്ടുന്ന എന്ത് വിഷയം ഉണ്ടായിട്ടുള്ളത്? ഒരു CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ വന്നിട്ട് പുറത്തു നിന്ന് കുറേ ആളുകളെയും കൂട്ടി CPM-നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ. ഇരുഭാഗത്തു നിന്നും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതെ നിന്നതോടെ സംഘർഷാന്തരീക്ഷം നീണ്ട നേരത്തേക്ക് നിലനിർത്തി. ഇരുഭാഗത്തുമായി ഉണ്ടായ 500-ലേറെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കേവലം 50ഓളം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കി. റിപ്പോർട്ടർ, കണ്ണൂർ.